ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്കൊരു വെളിവ് വന്നു, നമുക്കൊന്ന് ബീച്ചിലേക്ക് പോയി കുളിച്ച് വന്നാലോ എന്ന്. മോൻ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ മംസാർ ബീച്ചിലാണ് കേട്ടോ എപ്പോഴും പോവാറ്, പിന്നെ ഷാർജയിലുള്ള ബീച്ചിലും പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോണത് അജ്മാനിലുള്ള ബീച്ചിലേക്കാണ്. ഡിസ്റ്റൻസ് നമുക്ക് സെയിം ആട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ 5:15 ആയപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വെയിലുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം, അപ്പോഴത്തേനും ഒന്ന് വെയിലൊക്കെ മാറുമല്ലോ എന്ന് കരുതി അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി. അതിനിടയിൽ കുഞ്ഞുവിന് എന്തോ ഫുഡ് കഴിച്ചിട്ട് ബീച്ചിലേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, മുഖം ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സ്ഥലത്താണെങ്കിൽ ഞങ്ങൾ നല്ലൊരു ചായക്കട തപ്പി കുറേ അലഞ്ഞു കേട്ടോ. അതിൻ്റെ പേര് കരാമ എന്നാണെങ്കിലും ഒരൊറ്റ മലയാളി ഷോപ്പ് അവിടെ ഇല്ലാതാണ് അത്ഭുതം. അങ്ങനെ നമുക്ക് കട കണ്ടപ്പോൾ സ്വർഗ്ഗം കിട്ടിയ പോലെയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ അതേ അവിടെ നമ്മൾ വേഗം ബീച്ചിലേക്കൊക്കെ എത്തി. അപ്പോഴേക്കും ടൈമൊക്കെ ഒരു 6 മണി ആവാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതേ പിന്നെ ഫോട്ടോ പ്രഹസനങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. മക്കളിതേ അപ്പോഴേക്കും ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ ഒരു കസിൻ സിസ്റ്ററും അവരെ ഹസ്ബൻഡും മോനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അവരങ്ങനെ എന്താ പറയുക, മക്കൾ രണ്ടുപേരും നല്ല കളിയായിരുന്നു. ഞങ്ങളിതേ പിന്നെ എനിക്കാണെങ്കിൽ നല്ല തലവേദനയും പനിയും പിന്നെന്താ പറയുക ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാനതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ നന്നായിട്ടൊന്ന് ഇറങ്ങി കുളിക്കാമെന്ന് തന്നെ കരുതിയിട്ടോ. ഈ ഉപ്പുവെള്ളത്തിൽ കുളിച്ചാൽ എന്തോ നെഗറ്റീവ് എനർജി പോകുന്നൊക്കെയാണല്ലോ, അങ്ങനെയെങ്കിലും ഒന്ന് പോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ 1 മണിക്കൂറിലേറെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം പിന്നെ ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ സ്പെൻഡ് ചെയ്ത് ഒരുപാട് നീന്തി കളിച്ചു. എന്താ പറയുക, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ വെയിലും ഇല്ല എന്നാൽ തണവും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതേ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയതേ ഇനി പാക്ക് ചെയ്യുക കേട്ടോ, തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത് മാറ്റാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് ബാത്റൂംസൊക്കെ ഉണ്ടെങ്കിൽ കുറേ നടക്കാനുണ്ട്, പിന്നെ നടന്ന് വന്ന് ഇതൊക്കെ മാറ്റി അതൊക്കെയാണ് ഒരു ടാസ്ക്കായിട്ട് തോന്നിയത് കേട്ടോ. പിന്നെ അത് പിന്നെ ഉണ്ടല്ലോ, അങ്ങനെയല്ലേ വരുള്ളൂ. അങ്ങനെ അതേ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ പോന്നപ്പോൾ നമുക്ക് നെസ്റ്റോലും കൂടെ കയറാണ്ട് കേട്ടോ. നമ്മുടെ വീക്കിലി പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ പിന്നെ അതിനും കൂടെ പോകാൻ വേണ്ടിയിട്ട് വേഗം ഇറങ്ങി. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടോ, പക്ഷെ കണ്ടാൽ തോന്നില്ലെങ്കിലും 7:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ ഞങ്ങൾ വേഗം പിന്നെ നെസ്റ്റോയിലേക്ക് വെച്ചൊഴിച്ചു. പിന്നെ നെസ്റ്റോന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി.